ഹായ് ഫ്രണ്ട്സ്, ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചെറുപയർ പരിപ്പും ചൗവരിയും വെച്ചിട്ടുള്ളൊരു പായസമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഉണ്ടാക്കി നോക്കാം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ ചെറുപയർ പരിപ്പൊന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് അടുപ്പിൽ വെച്ച് ചൂടാക്കി എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു പച്ചച്ചൊവയുടെ ഒരു കുത്തലുണ്ടാവും. അതിനാണ് ഈ പയർ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നത് ഏറ്റവും നല്ലതാട്ടോ. അങ്ങനെ പായസം വെക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. ഇനി നമുക്കിവിടെ ചൗവരി വേവിക്കാനായിട്ട് വെക്കണം കുക്കറിനകത്ത്. അതിന് കഴുകി ഇത് കുക്കറിനകത്തേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്നൊരു 2 വിസിലടുപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മളിതാ കുക്കറിനകത്ത് ചെറുപയർ പരിപ്പും വെച്ചു, അതും 2 വിസിലടുപ്പിച്ച് വെക്കാം. അപ്പോൾ നമ്മൾ ചൗവരിയൊക്കെ ഇത് കണ്ടോ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെറുപയർ പരിപ്പും വെന്തു. ഇനി നമുക്കിത് രണ്ടും കൂടി ഒന്നിനകത്തിട്ട് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പശുമ്പാലാണ് ഞാൻ ചേർക്കുന്നത്, തേങ്ങ കിട്ടാനില്ല, അതുകൊണ്ട് തേങ്ങാപ്പാലാണ് ഏറ്റവും ടേസ്റ്റ് പായസത്തിന്. അപ്പോൾ നമ്മളിതിനകത്തേക്ക് ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശർക്കരപ്പാനി ഒഴിച്ചു. ഇനി നമുക്കിതൊന്ന് അടുപ്പിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. നമ്മളിത് എല്ലാം കുക്കറിലിട്ട് വേവിച്ച കാരണമാണ്. അപ്പോൾ ഏലക്കായും ജീരകവും ചുക്കുപൊടിയും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇത്രയ്ക്കും ടേസ്റ്റ് ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. ഞാൻ പെരുന്നാളിന് ഇങ്ങനെ പോയപ്പോൾ കിട്ടിയതാട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്, അങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ നമ്മളിത് അതിനകത്തേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി നെയ്യൊക്കെ ഇട്ട് അതൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും പായസത്തിന്. തേങ്ങ കിട്ടാനില്ലാത്തതുകൊണ്ട് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മളിതാ 1-ാം പാൽ എടുത്ത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് പശുമ്പാൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പശുമ്പാലും 1-ാം പാലും ഒഴിച്ചു. ഇനി നമുക്ക് അധികം നേരം ഇതൊന്ന് തിളപ്പിക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇതെല്ലാം ഒന്ന് ആയിട്ടുണ്ട്, മൂത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊക്കെ ഇതിനകത്തേക്കൊന്ന് വറുത്തിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിനകത്തേക്ക് വറുത്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മളുടെ ചെറുപയർ പരിപ്പും ചൗവരി പായസവും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല ടേസ്റ്റുണ്ട് കുടിക്കാനായിട്ട്. ഞാനിത് മിഞ്ഞാന്ന് ഉണ്ടാക്കിയതാണ്, വീഡിയോ എന്നാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് പായസം ഉണ്ടാക്കി കഴിക്കുക. നല്ല ടേസ്റ്റാണ്. താങ്ക് യു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.